ഇന്ന് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ സെക്കൻഡ് മോഡ്യൂളിൻ്റെ ലാസ്റ്റത്തെ ടോപ്പിക്സാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഇതോടെ നമ്മുടെ മോഡ്യൂൾ 2 കംപ്ലീറ്റ് ആവും. അപ്പോൾ മോഡ്യൂൾ 1ഉം മോഡ്യൂൾ 2ഉം കംപ്ലീറ്റ്ലി നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്താണെന്നും അതുപോലെ തന്നെ ഒരു ജാവ പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങളും ഇത്രയാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കോംപ്ലിമെൻ്ററി പേപ്പറും അതുപോലെ 20 മാർക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പഠിക്കാനില്ല. ജസ്റ്റ് എന്താണ് ബേസിക് കൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് മാത്രം നിങ്ങളൊന്ന് ഫെമിലറൈസ് ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ +2 ഇപ്പോൾ CA എടുത്ത കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്തവരൊക്കെ ഈ CPP ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ പഠിച്ചവർക്ക് ഇത് ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ബാക്കിയുള്ളവരും വലിയ പ്രശ്നമാക്കണ്ട. കാരണം ഇപ്പോൾ ഇങ്ങനത്തെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ മനസ്സിലാവാത്തോ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് ക്ലാസ് തുടങ്ങുന്നതാണല്ലോ കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും കോളേജ് തുടങ്ങിയാൽ നമുക്ക് കുറച്ച് വർക്കിംഗ് ഡേ എന്തായാലും കിട്ടും. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒന്നും കൂടി എടുത്തുതരും. അപ്പോൾ അപ്പോഴത്തേക്ക് നിങ്ങളുടെ കയ്യിൽ എല്ലാറ്റിൻ്റെ ഒരു ഐഡിയയും അതുപോലെ തന്നെ നോട്ട്സൊക്കെ കറക്റ്റ് ഉണ്ടാവണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട ലാബിൻ്റെ പ്രോഗ്രാംസും നമുക്ക് ഈ മൊഡ്യൂൾ കഴിഞ്ഞിട്ട് ഞാൻ ഓരോ ദിവസമായിട്ട് തരാം. അപ്പം അതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്താക്കാം, നമുക്ക് പെട്ടെന്ന് തന്നെ റെഗുലർ തുടങ്ങിക്കഴിഞ്ഞാൽ ലാബിൻ്റെ പ്രോഗ്രാംസ് തീർക്കാം. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സും നമുക്ക് ഒന്നുകൂടി ഒരു റിവിഷൻ പോലെ ഫസ്റ്റ് തൊട്ട് എല്ലാം ഞാൻ എടുത്തു തരും. അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ വലിയ പാടൊന്നുമില്ല ഈ പേപ്പർ. നമ്മുടെ മൊഡ്യൂൾ 2ൻ്റെ ലാസ്റ്റത്തെ പോർഷൻസാണ് 2 ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ലൂപ്സും വേറൊന്ന് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സും. ഈ 2 ടോപ്പിക്സും കൂടിയേ ഉള്ളൂ. ഇതോടെ കഴിഞ്ഞാൽ നമ്മുടെ മൊഡ്യൂൾ 2ഉം കവർ ചെയ്യും. അപ്പം നിങ്ങൾ ലൂപ്സ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. 4th സെമ്മിൽ നിങ്ങൾ CPPയും സിയും ജാവേൻ്റെ ഒക്കെ ഒരു ഓവർവ്യൂ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഓവർവ്യൂവിൽ നിങ്ങൾ ലൂപ്സ് എന്താണെന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ. എന്താ ഒരു ലൂപ്പ് എന്ന് പറഞ്ഞാൽ? ലൂപ്സ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ആക്ച്വലി ഒരു ലൂപ്പിംഗ് ഏതൊരു കേസിൽ നമ്മളൊരു ലൂപ്പിംഗ് എന്ന് പറയുന്നത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടാസ്കുകൾ നമുക്ക് പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ലൂപ്സ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ കാര്യമല്ല, അല്ല ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കാര്യമല്ല, മൊത്തത്തിൽ നമ്മൾ ലൂപ്സ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? എന്തെങ്കിലും ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുക. ലൂപ്പ് എങ്ങനെ? ഇവിടെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ എൻഡ് ചെയ്തു, എന്നിട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ എൻഡ് ചെയ്യുന്നു, പിന്നെയും സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ എൻഡ് ചെയ്യുന്നു. അപ്പോൾ ലൂപ്പിംഗ് എന്ന് പറയുന്നത് പിന്നെ റിപ്പീറ്റഡ്ലി ആ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ റിപ്പീറ്റഡ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്സ് എന്ന് പറയുന്ന ഒരു കേസ് നമ്മൾ എവിടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും നമ്മൾ നോർമൽ യൂസ് ചെയ്യുക പോലെ തന്നെയാണ് ലൂപ്സ്. അപ്പോൾ ആ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ജാവയിൽ യൂസ് ചെയ്യുന്ന 3 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഒന്ന് ഫോർ ലൂപ്പ്, 2 വൈൽ ലൂപ്പ്, മൂന്നാമത്തത് ഡു വൈൽ ലൂപ്പ്. അപ്പം നമ്മൾ ഇപ്പം തിയറി ആയിട്ട് നമ്മൾ എന്താ പഠിക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് എന്താണ് ഒരു ലൂപ്പ്, ആ ലൂപ്പിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഒരു എക്സാമ്പിളും. ഇത്ര മാത്രമേ നമ്മൾ ഒരു തിയററ്റിക്കലി നമ്മൾ പഠിക്കുന്നുള്ളൂ. നിങ്ങൾ ലാബിൽ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു ലൂപ്പിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്യാനുണ്ടാവും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സിക്യൂട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരികയെന്ന് അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് വരുന്ന ഈ 3 ലൂപ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പം ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്രഷൻസ് വരെയാണ് എടുത്തത്. നിങ്ങൾക്ക് ഒരു ഐഡിയ ഇട്ടിട്ടുണ്ടാവില്ല എന്താ എക്സ്പ്രഷൻ എന്നൊക്കെ ഉള്ളത്. അപ്പം ലൂപ്സ് ഇൻ ജാവ. ലൂപ്പിംഗ് ഇൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇസ് എ ഫീച്ചർ വിച്ച് ഫെസിലിറ്റേറ്റ് ദ execution of a set of instructions or functions repeatedly while some conditions evaluate to true. അതായത് എന്തെങ്കിലും ഒരു കണ്ടീഷൻ്റെ ബേസിൽ റിപ്പീറ്റഡ്ലി നമുക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് പെർഫോം ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ലൂപ്സ് എന്ന് പറയുന്നത്. Mainly the Java provides 3 types of loops. They are while loop, for loop and the third one is do while loop. 3 ലൂപ്സാണ് നമ്മൾ ജാവയിൽ പഠിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ലൂപ്പാണ് while loop. While loop is a control flow statement that allows code to be executed repeatedly based on a given Boolean function. The while loop can be thought ഓഫ് ആസ് എ റിപ്പീറ്റിംഗ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. അത് നോക്കണ്ട. അതായത് ഒരു വൈൽ ലൂപ്പ് എന്താണെന്ന് നോക്കുക. ഒരു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ലൂപ്പ് പോലെ തന്നെ, അതായത് എന്തെങ്കിലും ഒരു റിപ്പീറ്റഡ് കണ്ടീഷൻ അല്ല റിപ്പീറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും
ഫോർ ലൂപ്പും എല്ലാം ചെയ്യുന്ന പ്രോസസ്സ് സെയിം ആണ്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ടാസ്ക് പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈലിൻ്റെയും ഫോറിൻ്റെയും ഡു വൈലിൻ്റെയൊക്കെ ഡിഫറൻസ് എന്തെന്ന് വെച്ചാൽ അതിൽ വരുന്ന സിൻടാക്സിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ നമ്മളെ വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് വൈൽ ബ്രാക്കറ്റ് ഓഫ് ബൂളിയൻ കണ്ടീഷൻ കേർലി ബ്രേസസിനുള്ളിൽ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതാണ്. അതായത് നമുക്ക് രണ്ട് നമ്പർ അതായത് ഒരു നമ്പർ 1ൻ്റെയും 10ൻ്റെയും ഇടയിലുള്ള നമ്പേഴ്സൊക്കെ നമുക്കിങ്ങനെ പ്രിൻ്റ് ആയിട്ട് വരണം. അതായത് 1 2 3 അങ്ങനെ കുറേ 10 വരെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് നമ്പേഴ്സ് നമുക്ക് പ്രിൻ്റായി വരണം. അതിനിപ്പോൾ നമുക്ക് വൈൽ ലൂപ്പ് വെച്ചിട്ടാണ് ചെയ്യേണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇതുവരെയുള്ള പ്രോഗ്രാമിംഗ് വെച്ചിട്ട് നമ്മളിപ്പോൾ 1 പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എഫ് ഓഫ് 1, അടുത്തതിലാണെങ്കിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എഫ് ഓഫ് 2, അങ്ങനെ ഓരോന്നും വേറെ വേറെ സ്റ്റേറ്റ്മെൻറ്റ് ബൈ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിക്കൊണ്ടിരിക്കേണ്ടി വരും. അതിന് പകരം നമുക്ക് വൈൽ ലൂപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 1 തൊട്ട് 10 വരെയുള്ള വാല്യൂ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു ഐൻ്റെ വാല്യൂ അപ്പോൾ ഐ ഈക്വൽ ടു 0 എന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചുമ്മാ കൊടുത്തു വിചാരിച്ചോ. എന്നിട്ട് വൈൽ ലൂപ്പിൻ്റെ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് കൊടുക്കാം. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റൽ ആണല്ലോ നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിന് ഷോർട്ടനായിട്ട് ഞാൻ SOP എന്ന് എഴുതിയ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഐ പ്രിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോ. ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും വരിക? ഞാൻ ബോർഡിൽ തന്നെ കാണിച്ചു തരാം. അതായത് നമുക്കൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നമുക്ക് ഔട്ട്പുട്ട് ഇങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. 1 2 3 എക്സെട്ര അപ് ടു 10 വരെയുള്ള വാല്യൂ നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. സാധാരണ ഒരു പ്രോഗ്രാമിൽ നമ്മൾ എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യുക? സിസ്റ്റം ഡോട്ട് കംപ്ലീറ്റ് ഉണ്ടേ, സ്പേസ് ഇല്ലാത്തതുകൊണ്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ കൊടുക്കുക? 1 ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ നമുക്ക് 2 അല്ല അടുത്ത പ്രിൻറ്റ് ചെയ്യേണ്ട, അതിന് ഇത് തന്നെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റിൻ്റെ ഉള്ളിൽ 2. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നിനും ഓരോ സ്റ്റേറ്റ്മെൻറ്റ് പ്രോഗ്രാമിങ്ങിനെ എഴുതിക്കൊണ്ടിരിക്കണം അല്ലേ? അപ്പോൾ അത് അത്രയും ടൈം കൺസ്യൂമിങ് ആണ്. ആക്ച്വലി ഇതൊക്കെ ചെയ്യുന്നത് എന്താ? ഒരു നമ്പർ പ്രിൻറ്റ് ചെയ്യുന്നു, അതിൻ്റെ തൊട്ട് 1 ആഡ് ചെയ്തിട്ട് അടുത്ത നമ്പർ പ്രിൻറ്റ് ചെയ്യുന്നു, പിന്നെ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് 3, അങ്ങനെ ഒരു കൗണ്ടിങ് പർപ്പസല്ല ഇവിടെ ചെയ്യുന്നത്. കൗണ്ടിങ് ആണ്. അത് റിപ്പീറ്റഡ്ലി നമ്മൾ 1 to 10 വരെയുള്ള അടുത്ത വാല്യൂ പ്രിൻറ്റ് ചെയ്ത് വരണം. അതാണല്ലോ പ്രോഗ്രാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വൈൽ ലൂപ്പ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ സിംപ്ലി നമുക്ക് എന്തെടുത്താൽ മതി? ഇപ്പോൾ വൈൽ എന്തെങ്കിലും ഒരു നമ്പർ, വൈൽ ഇപ്പോൾ ഐയാ നമ്മുടെ ജസ്റ്റ് ഒരു വേരിയബിൾ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 സിസ്റ്റം ഡോട്ട് SOP എന്നാണ് എഴുതുന്നതിന് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് ഓഫ് ഐ എന്ന് കൊടുക്കാം. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ഔട്ട്പുട്ട് വരിക? ജസ്റ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ്, ഒരു വൈൽ ലൂപ്പ് കൊടുത്തു. വൈലിൻ്റെ സിൻടാക്സ് എന്ന് വെച്ചാൽ വൈൽ ഒരു കണ്ടീഷന് താഴെ വൈൽ സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെയാണ് നമ്മൾ സിൻടാക്സ് നിങ്ങൾ നോട്ടിൽ കാണാം. അപ്പോൾ നേരത്തെ തൊട്ട് മുന്നേ കാണിച്ചു തന്നെ. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് നമ്മൾ ഐൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ 1, ഇവിടെ നമ്മളൊരു I++ കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ I ഈക്വൽ ടു 1 എന്ന് ആദ്യം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റ് I ഈക്വൽ ടു 1 എന്ന് കൂടിയിട്ട് ചെറിയൊരു ചേഞ്ച് വരുത്താം. ഇൻറ്റ് I ഈക്വൽ ടു 1, പിന്നെ ഇവിടെ ഒരു I++ കൂടെ കൊടുത്തു എന്ന് വിചാരിക്കാം. ഫസ്റ്റ് I ഈക്വൽ ടു 1. അപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ് വൈൽ I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ, അതായത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ എന്ന് ചെക്ക് ചെയ്തു. ആണല്ലോ. അപ്പോൾ I പ്രിൻറ്റ് ചെയ്യുക, 1 പ്രിൻറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്തു? I++. I++ എന്ന് പറയുന്നത് I ഈക്വൽ ടു I+1 ആണ്. അപ്പോൾ I+1 ഇപ്പോൾ 2i. ഇനി ഈ കണ്ടീഷനിലേക്ക് പിന്നെയും തിരിച്ചു പോകും. എന്നിട്ട് I ഇപ്പോൾ എന്തായി? 2 വാല്യൂ ആയി. ഇപ്പോൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? അതെ. അപ്പോൾ എന്ത് ചെയ്യും? 2 പ്രിൻറ്റ് ചെയ്തു. അങ്ങനെ അടുത്ത് പിന്നെ I ഒന്നും കൂടി ഇൻക്രിമെൻറ്റ് ചെയ്തു. എവിടെ എത്തി? 3ലെത്തി. അപ്പോൾ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? അതെ. അതായത് ഇതൊരു ബൂളിയൻ കണ്ടീഷനാണ്. ബൂളിയൻ എന്ന് പറയുന്നത് എന്താ? ട്രൂ ഓർ ഫാൾസ് കണ്ടീഷൻ. ആ ഒരു കണ്ടീഷൻ ഫാൾസ് ആണോ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ട്രൂ ആവുന്നവരെ എന്ത് ചെയ്യും? ഈ ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് ഒരു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. അതായത് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ വൈലിൻ്റെ സിൻടാക്സ് വൈൽ ഒരു കണ്ടീഷന് അതിൻ്റെ ഉള്ളിൽ ഒരു കോഡാണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ എന്ത് കണ്ടീഷൻ കൊടുത്താലും അതിനെ നമ്മൾ ബൂളിയൻ കണ്ടീഷൻ എന്നാണ് പറയുക. ആ ബൂളിയൻ കണ്ടീഷൻ ട്രൂ ഓർ ഫാൾസ് കണ്ടീഷൻ നമ്മൾ ബൂളിയൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇത് എപ്പോഴൊക്കെ നമ്മൾ ട്രൂ ആവുന്നോ ആ ട്രൂ ആവുന്ന
അത്രയും ടൈം ഇതിൻ്റെ ഉള്ളിലുള്ള ലൂപ്പിൻ്റെ ഉള്ളിലുള്ള ബോഡി എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്യും. എപ്പോഴാണോ ഇത് ഫാൾസ് ആവുന്നത് അപ്പോൾ ഈ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരും. അതായത് ഇപ്പം നമ്മളിപ്പോൾ 2, 3 കേസിലൊന്നും തെറ്റില്ല. ഇപ്പം നമ്മൾ 10 വരെ ഇൻക്രിമെൻറ്റ് ചെയ്തു. അടുത്ത് I++ ആകുമ്പോൾ 10 എന്ന് പറയുന്നത് 10 വരെ നമുക്ക് പ്രിൻറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. അടുത്ത 11 ആവില്ലേ I++ ചെയ്യുമ്പോൾ. എന്നിട്ട് ആ 11 എന്ന് പറയുന്നത് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. 11 < 10 ആണോ, ഫാൾസ് ആയില്ലേ, ആ സമയത്ത് ലൂപ്പിൻ്റെ പുറത്ത് വരും. ഇങ്ങനെയാണ് ഏതൊരു ലൂപ്പും വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ കൂടുതൽ തിയററ്റിക്കൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സൈഡൊന്നും നോക്കണ്ട. ജസ്റ്റ് ലൂപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു റിപ്പീറ്റഡ് ടാസ്ക് പെർഫോം ചെയ്യാനാണെന്ന് പറയാം. എന്നിട്ട് ഇതിൻ്റെ സിൻറ്റാക്സ് ഇങ്ങനെയാണ്. പിന്നെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ തരാം. അപ്പോൾ നിങ്ങൾ എഴുതിയാൽ മതി. നമ്മൾ റെഗുലർ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ വേണമെങ്കിൽ ഞാനിപ്പോൾ തന്ന എക്സാമ്പിൾ എഴുതാം, അല്ല ജസ്റ്റ് എന്താണ് എന്ന് ഞാൻ അപ്പോൾ പറയാം, അപ്പോൾ എഴുതിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ സിൻറ്റാക്സ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ വൈലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു വൈലും ഒരു ബൂളിയൻ കണ്ടീഷനും മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി അടുത്തത് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് ഒരു നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ലൂപ്പാണ്. ഈ ഫോർ ലൂപ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്, അല്ലെങ്കിൽ 3 കാര്യങ്ങളാണ് നമ്മളൊരു ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഫോർ ഇനീഷ്യലൈസേഷൻ കണ്ടീഷൻ എന്ന് പറയും ഫസ്റ്റത്തെ പാർട്ടിനെ, രണ്ടാമത്തെ പാർട്ടിനെ ടെസ്റ്റിംഗ് കണ്ടീഷൻ എന്ന് പറയും, മൂന്നാമത്തെ ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ്. ഇങ്ങനെ 3 പാർട്ട് കൂടിയിട്ടാണ് ഒരു ഫോർ ലൂപ്പ് വരുന്നത്. അപ്പോൾ ഈ ഫോർ ലൂപ്പിൻ്റെ ഫസ്റ്റത്തെ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുന്നേത്തെ പ്രോഗ്രാമിൽ ഇപ്പോൾ നമ്മൾ I=0 എന്ന് കൊടുത്തില്ലേ, അതെങ്ങനെയാണ് കൊടുത്തത്? ആ പ്രോഗ്രാമിൻ്റെ വൈൽ ലൂപ്പ് തുറക്കുന്നതിന് മുന്നേ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോറിലാകുമ്പോൾ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതിയാൽ മതി. ഫോർ I=0 അടുത്ത് നമ്മൾ കണ്ടീഷൻ, ടെസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ ഒരു കണ്ടീഷൻ കൊടുത്തില്ലേ, I<10 എന്ന് പറയുന്ന കണ്ടീഷൻ കൊടുത്തില്ലേ, അതിനാണ് നമ്മളിവിടെ ടെസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ അവിടെ I++ എന്ന് പറയുന്ന കണ്ടീഷൻ എഴുതിയില്ലേ ഇവിടെ system.out.printlnൻ്റെ താഴെ, അതാണ് നമ്മൾ ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഇൻക്രിമെൻറ്റ് എന്ന് വെച്ചാൽ ഒരു വാല്യൂ കൂട്ടുക, ഡിക്രിമെൻറ്റ് എന്ന് പറയുന്ന ഒരു വാല്യൂ കുറയ്ക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്താൽ മതി, SOP ഓഫ് അതിന് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നേരത്തെ നമ്മുടെ വൈൽ ലൂപ്പിനേക്കാൾ കുറച്ചും കൂടി എന്താ ഇവിടെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി കുറഞ്ഞു വന്നു അല്ലേ. അതായത് നമ്മൾ പ്രോഗ്രാമിൻ്റെ ലെങ്ത്ത് കുറച്ചും കൂടി കുറഞ്ഞു. അപ്പോൾ ഫോർ ലൂപ്പ് ചെയ്യുന്നതും വൈൽ ലൂപ്പ് ചെയ്യുന്നതും സെയിം കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഫോർ ലൂപ്പിൻ്റെ സിൻറ്റാക്സിൽ 3 പാർട്ട് ഉണ്ട്. ഫസ്റ്റത്തേന് നമ്മൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നു, രണ്ടാമത്തേതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നു, മൂന്നാമത്തെ ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റ്. I++ പോലെ തന്നെ I- ചെയ്യുന്നതിനാണ് ഡിക്രിമെൻറ്റ് എന്നൊക്കെ പറയുന്നത്. അതൊന്നും നോക്കണ്ട. ഇപ്പോൾ ഒരു വൈൽ ലൂപ്പും ഫോർ ലൂപ്പും രണ്ടും എന്താണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇപ്പോൾ രണ്ടിൻ്റെ ഡിഫറൻസ് വരുന്നത് അതിൻ്റെ സിൻറ്റാക്സിലാണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇനി മൂന്നാമത്തെ ലൂപ്പാണ് ഡു വൈൽ ലൂപ്പ്. ഡു വൈൽ ലൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡു വൈൽ ലൂപ്പ് ഈസ് സിമിലർ ടു വൈൽ ലൂപ്പ് വിത്ത് ഓൺലി ഡിഫറൻസ് ദാറ്റ് ഇറ്റ് ചെക്സ് ഫോർ കണ്ടീഷൻ ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നേരത്തെ ഞാനൊരു പ്രോഗ്രാം എഴുതിയില്ലേ, ഇപ്പോൾ വൈൽ ഒരു കണ്ടീഷൻ, എന്താ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇതിന് നേരെ തിരിച്ചാണ് ഡു വൈൽ ലൂപ്പ് ചെയ്യുന്നത്. പേര് നോക്കൂ, ഡു വൈൽ, അതായത് ഡു ഒരു കാര്യം ആദ്യം നമ്മൾ ചെയ്യുക, എന്നിട്ട് വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അതാണ് പേരിൻ്റെ മീനിങ് ആണ് ഡു വൈൽ. ഫസ്റ്റ് ഒരു ഡു കണ്ടീഷൻ ഉണ്ടാവും. ആ ഡൂവിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നു, അതിന് ശേഷമാണ് നമ്മൾ വൈൽ കൊടുക്കുന്നത്. ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവില്ല, ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നേരത്തെ പ്രോഗ്രാം നമ്മളിങ്ങനെ എഴുതിയില്ലേ, അതായത് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, വൈലിൽ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് സംഭവം പ്രിൻറ്റ് ചെയ്യുന്നത്. അതിന് പകരം ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ഡു കണ്ടീഷൻ കൊടുക്കുക, അതിൻ്റെ ഉള്ളിൽ നമ്മൾ SOP I കൊടുത്ത്, അതായത് അതിൻ്റെ വാല്യൂ ആദ്യം നമ്മൾ 1 കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ SOP I എന്ന് പറയുമ്പോൾ SOP I എന്ന് പറയുമ്പോൾ 1 പ്രിൻറ്റ് ചെയ്തു. എന്നിട്ട് പുറത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ വൈൽ I<10 എന്ന് കൊടുത്തു, സെമിക്കോളൻ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു, എന്നിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഫസ്റ്റ് നമ്മൾ ഒരു സാധനം കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടല്ല പ്രിൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെക്ക് ചെയ്യുന്നതായിരുന്നു വൈൽ ലൂപ്പ്. ഡു വൈൽ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു, എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ആ ഒരു ഡിഫറൻസാണ് ഒരു ഡു വൈൽ ലൂപ്പിനും വൈൽ ലൂപ്പിനും ഉള്ളത്. ഓക്കെ, അപ്പം ഡു വൈൽ ലൂപ്പ് ആൻഡ് വൈൽ ലൂപ്പ് ആർ സെയിം based on the functions. The difference is that it's execution and the syntax. അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ആയതുകൊണ്ട് കുറച്ചും കൂടി കൺഫ്യൂഷൻ ഉണ്ടാവും. എനിക്ക് മനസ്സിലാവും, കാരണം ഒന്നാമത് നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്തു നോക്കുന്നില്ല, അല്ലെങ്കിൽ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് എക്സാമ്പിളൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെ ഔട്ട്പുട്ടൊന്നും കാണിക്കുന്നില്ല. അതപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ പ്രോബ്ലംസ് ഉണ്ടാവും, എനിക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് അത്ര
അങ്ങനെ ഇൻഡെപ്ത് പഠിക്കാനല്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ പ്രോഗ്രാം പോലും ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ലൂപ്പ് ജാവയിൽ ജസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ ഒരു കണ്ടീഷൻ നോക്കിയാൽ മതി. അത് റിപ്പീറ്റഡ് ടാസ്ക്, നമുക്ക് എന്തെങ്കിലും ഒരു റിപ്പീറ്റഡ് ടാസ്ക് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ യൂസ് ചെയ്യുന്ന ടേമിനാണ് വൈൽ ലൂപ്പ്, അല്ല ലൂപ്പിംഗ് എന്ന് പറയുന്നത്. ആ ലൂപ്പിംഗ് 3 ഉണ്ട്: വൈല്, ഡു വൈല്, ഫോർ ലൂപ്പ്. അതിൻ്റെ ഡിഫറൻസ് വരുന്നത് എല്ലാം ചെയ്യുന്ന ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ഡിഫറൻസ് അതിൻ്റെ സിൻഡാക്സിലാണെന്ന് പറയാം. സിൻഡാക്സ് 3ൻ്റെയും എന്താക്കുക, നിങ്ങൾ എഴുതി വെക്കുക. ഒരു എക്സാമ്പിൾ എഴുതാം, നമുക്ക് റെഗുലർ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ തരാത്തതിന് അതാ, കാരണം നിങ്ങൾക്ക് എല്ലാം കൂടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ലാസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ നമുക്ക് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിൽ കണ്ടീഷൻസ് എന്നൊന്നും അല്ല ഉള്ളത്, ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് ഉള്ളത്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ജാവയിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ട്. ഇഫ്, നെസ്റ്റഡ് ഇഫ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. അപ്പം അതൊന്നുമില്ല, നിങ്ങൾക്ക് ആകെ ജസ്റ്റ് ഇഫ് എന്താ, ഇഫ് എൽസ് എന്താ എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഇഫ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ സാധാരണ ഒരു ഇംഗ്ലീഷിൻ്റെ ടേമിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇഫ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കേസ് എടുക്കുമ്പോഴാണ് ഇഫ് എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരാൾ, അതായത് ഒരു 2 നമ്പറുകൾ ഗ്രേറ്റർ ആണോ അല്ലെങ്കിൽ ലെസ് ആണോ, അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇഫ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അതേ കാര്യം തന്നെ നമ്മൾ പ്രോഗ്രാമിങ്ങിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നും കൂടി പറയാൻ കാരണം, കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ളത്. അപ്പോൾ ഈ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു 3. ദേ ആർ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ദ എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഇഫും എൽസും ഈ 2 പാർട്ടാണ് നിങ്ങൾക്കുള്ളത്. അതെന്തിനാന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് നിങ്ങൾക്കിപ്പം നിങ്ങളുടെ കയ്യിൽ പ്രോഗ്രാമിൽ ഇപ്പോൾ 2 നമ്പർ ഉണ്ട്. ഇൻറ്റ് എ എന്ന് പറയുന്ന നമ്പറുണ്ട് 5, ബി എന്ന് പറയുന്ന നമ്പറുണ്ട് 10 എന്ന് പറയുന്ന 2 നമ്പറുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് 2 നമ്പർ തന്നിട്ട് ആ 2 നമ്പറിൽ ഏതാണ് ഗ്രേറ്റർ നമ്പർ എന്നുള്ളത് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യണം. അതാണ് നിങ്ങളുടെ പ്രോഗ്രാം. അതായത് ഇതിലിപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എ എന്ന് പറയുന്നത് 5 ബി എന്ന് പറയുന്നത് 10. ഒബ്വിയസ്ലി ഗ്രേറ്റർ വാല്യൂ എന്ന് പറയുന്നത് ബീൻ്റെയാണ്. അപ്പോൾ അത് പ്രിൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അതായത് 5 എന്ന് പറയുന്നത് 10നേക്കാൾ ഗ്രേറ്റർ ആണോ ലെസ് ആണോ എന്നൊരു കണ്ടീഷൻ വെക്കണം. ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ സം കണ്ടീഷൻസ് അപ്ലൈ ചെയ്യേണ്ട സമയത്താണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ യൂസ് ചെയ്യുന്നത്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇഫും ഉണ്ട് എൽസും ഉണ്ട്. അപ്പോൾ 2 പാർട്സ് കൂടിയിട്ടാണ് നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഫസ്റ്റ് വരുന്നത്, ഇപ്പം ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം, നമ്മളൊരു സാധാരണ ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, ഇഫ് അതായത് ഈ 5 ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ ആരായിരിക്കും വലുത്, 5 ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ 5 ആയിരിക്കും ഗ്രേറ്റർ, അല്ലെങ്കിൽ 10 ആയിരിക്കും. അങ്ങനെയല്ലേ കണ്ടീഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, നമ്മുടെ കണ്ടീഷൻ എഴുതുമ്പോൾ ഇൻറ്റ് എ ഈക്വൽ ടു 5, ബി ഈക്വൽ ടു 10. നമ്മുടെ ഒരു പ്രോഗ്രാമിലേക്ക് എഴുതാൻ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, അങ്ങനെയാണ് ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് ഒരു കണ്ടീഷൻ, ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, നമുക്ക് എന്ത് പ്രിൻറ്റ് ചെയ്യണം, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റലിൽ എ ആണ്, എ ഈസ് ഗ്രേറ്റർ എന്നുള്ള ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യണം. എ ഈസ് ഗ്രേറ്റർ അല്ലേ. അല്ലെങ്കിൽ എന്ത് വരും, അത് അല്ലെങ്കിൽ എന്നുള്ള കേസിനാണ് നമ്മൾ പറയുന്നത് എൽസ്. അല്ലെങ്കിൽ എന്താണ് ഗ്രേറ്റർ, SOPയിൽ ബി ഈസ് ഗ്രേറ്റർ എന്നാ വേണ്ടേ. അപ്പോൾ ഈ ഒരു കേസിൽ നോക്ക്, ഇപ്പം എ എന്ന് പറയുന്ന 5 ബി 10 ആണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി ആണോ. അപ്പോൾ എൻ്റെ വാല്യൂ 5ഉം ബീൻ്റെ വാല്യൂ എന്താണ് 10 ആണ്. അപ്പോൾ 5 ഗ്രേറ്റർ ദാൻ 10 ആണോ, അല്ല. ഒരു ടെസ്റ്റ് കണ്ടീഷൻ അവിടെ നോക്കുന്നു, ഇത് ഫാൾസ് ആണ്. ഫാൾസ് ആയതുകൊണ്ട് നമ്മൾ ഏത് സെക്ഷനിലേക്കാണ് പോവുക, എൽസ് പാർട്ടിലേക്കാണ് പോവുക. അപ്പോൾ ഇഫ് എൽസ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ഇഫ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഫാൾസ് ആണെങ്കിൽ എൽസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ക്ലിയർ ആയോ. അതായത് ഒരു ഇഫ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇൻ കേസ് ഈ ഇഫ് എന്ന് പറയുന്നത് ഫാൾസ് ആണെങ്കിൽ എന്ത് എക്സിക്യൂട്ട് ചെയ്യും, എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. അതായത് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ട്രൂ ആണോ ഫാൾസ് ആണോ നോക്കും. ട്രൂ ആണെങ്കിൽ ഇഫിൻ്റെ ഉള്ളിലുള്ള കേസ്, നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ ലോജിക്ക് അങ്ങനെയല്ലേ, ഇഫ് അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും എന്ന്, അല്ലെങ്കിൽ മറ്റേ റിസൾട്ടായിരിക്കും എന്നുള്ള മീനിങ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാമിങ്ങിലേക്ക് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇത് ഞാൻ സിമ്പിളായിട്ട് എന്താ ഇഫ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ഈ സ്റ്റേറ്റ്മെൻറ്റ് സ്പെസിഫൈ ബ്ലോക്ക് ഓഫ് ജാവ കോഡ് ടു എക്സിക്യൂട്ട് ഇറ്റ്സ് ഇഫ് എ കണ്ടീഷൻ ഈസ് ട്രൂ. അതായത് ഇഫ് എ കണ്ടീഷൻ, ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് ട്രൂ ആണെങ്കിൽ ബ്ലോക്ക് ഓഫ് കോഡ് എന്ന് പറയുന്നത് എക്സിക്യൂട്ട്. ഓക്കെ, ഇൻ കേസ് എൽസ് യൂസ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഇഫ് കണ്ടീഷൻ എന്ന് പറയുന്നത് ട്രൂ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും. എൽസ്, അതായത് ഈ ഒരു കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ എൽസ് വർക്ക് ചെയ്യും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ നോക്ക്, ഇഫ് എ ഗ്രേറ്റർ ദാൻ എ എന്നെ കൊടുക്കണമെന്നില്ല, ഇപ്പോൾ 5 ഗ്രേറ്റർ ദാൻ 10 തന്നെ കൊടുത്തു വിചാരിച്ചു. ഇഫ് 5 ഗ്രേറ്റർ ദാൻ 10, 5 ഈസ് ഗ്രേറ്റർ എന്നുള്ള മെസ്സേജ് വേണം. എൽസ് 10 ഈസ് ഗ്രേറ്റർ, ഇവിടെ ഏതായിരിക്കും ഗ്രേറ്റർ, 10 ഈസ് ആണ്, 10 ആണ് ഗ്രേറ്റർ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മളിപ്പം പ്രോഗ്രാമുകളിൽ നമ്മുടെ എന്തെങ്കിലും റിയൽ വേൾഡിൽ എന്തെങ്കിലും കണ്ടീഷൻസോ സിറ്റുവേഷൻസോ ഒക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ അത് പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കണ്ടീഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഫ് എൽസ് ഉപയോഗിക്കുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് എന്തെങ്കിലും കൗണ്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആരെ, ലൂപ്പിനെ. അപ്പം ഈ 2 കാര്യങ്ങളാണ് എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങളൊന്നും കൂടി നോക്കുക. പ്രോഗ്രാമൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് റെഗുലർ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഇപ്പം എല്ലാം കൂടി കൺഫ്യൂസ്ഡ് ആവേണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി 3ാമത്തെ മോഡ്യൂൾ നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞ് തുടങ്ങാം. അതായത് ഞാൻ കുറച്ച് പ്രോഗ്രാമുകൾ തരാം നിങ്ങൾക്ക്. പ്രോഗ്രാം എഴുതുന്നത് നമുക്ക് പഠിക്കാമല്ലോ. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഞാൻ കുറച്ച് സെറ്റ് ഓഫ് പ്രോഗ്രാംസ് തന്നിട്ട് അത് നിങ്ങളെ കൊണ്ട് ബൈ ഹാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായി എഴുതുന്ന രീതിയിൽ അങ്ങനെ ഒരു ക്ലാസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമുക്ക് 3rd മോഡ്യൂളിലേക്ക് പോകാം. അപ്പം 4th മോഡ്യൂളിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് സെമിനാറോ അസൈൻമെൻറ്റ് ആണ്. ഇപ്പോൾ അസൈൻമെൻറ്റ് നിങ്ങൾ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സെമിനാറുകളും കൂടി ഉണ്ടത്. അതൊക്കെ നമുക്കിനി എന്തായാലും ഇപ്പോൾ നടക്കില്ലല്ലോ, റെഗുലർ ക്ലാസ് തുടങ്ങിയിട്ട് നോക്കാം. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ മോഡ്യൂൾ 2 കംപ്ലീറ്റ് ഒന്നുകൂടി നോക്കാം. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.